പുതുച്ചേരിയിൽ ബി.ജെ.പി. പ്രചാരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ആരംഭിച്ചു. എൻ.ഡി.എ പൊതുയോഗത്തിലും നരേന്ദ്രമോദി പങ്കെടുക്കും. മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. മനീഷ്, പറയൂ, പുതുച്ചേരിയിൽ കേരളത്തിനൊപ്പം തെരഞ്ഞെടുപ്പിന് പോകുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരി. മോദിയുടെ പ്രചാരണം അതെങ്ങനെ പുരോഗമിക്കുന്നു? എത്രത്തോളം വലിയ ജനപങ്കാളിത്തമുണ്ട്? ദിന അവസാന ലാപ്പിലാണ്, അതായത് കേരളം പോലെ തന്നെ അവസാന ലാപ്പിലാണ് പുതുച്ചേരിയും. പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത്. റോഡ് ഷോ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. റോഡ് ഷോയ്ക്ക് ശേഷം എൻ.ഡി.എയുടെ പൊതുയോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. അത് വലിയ തോതിലുള്ള ആളുകൾ, എല്ലാ സ്ഥാനാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു റോഡ് ഷോയും അതുപോലെ തന്നെ ഒരു പൊതുയോഗവുമാണ് എൻ.ഡി.എ അവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എൻ.ആർ. കോൺഗ്രസ്, ബി.ജെ.പി, അതുപോലെ എ.ഐ.ഡി.എം.കെ, എൽ.ജെ.കെ 4 പാർട്ടികളാണ് എൻ.ഡി.എ സഖ്യത്തിൽ അവിടെ മത്സരിക്കുന്നത്. വലിയ തോതിലുള്ള പ്രതീക്ഷ എൻ.ഡി.എ വെച്ച് പുലർത്തുന്ന ഒരു സംസ്ഥാനം കൂടി, അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരി എന്ന് പറയുന്നത്. അവിടെ ഇന്ത്യ മുന്നണിയിലേക്ക് വന്നാൽ ഒരു സ്കാറ്റേഡ് ആയിട്ടുള്ള ഇന്ത്യ മുന്നണിയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. കാരണം ഒരുമിച്ചല്ല മത്സരിക്കുന്നത്. എല്ലാ പാർട്ടികളും വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത സീറ്റുകളിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ് പുതുച്ചേരിയിലെ ഒരു വലിയ പ്രത്യേകത, ഇത്തവണത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്തായാലും ആ രീതിയിലാണ്. എന്തായാലും പുതുച്ചേരിയിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ തുടരുകയാണ്. ആദ്യം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതുച്ചേരിയിൽ എത്തുന്നത്. മാത്രമല്ല അതിനുശേഷം വൈകിട്ട് ചെന്നൈയിലേക്ക് അദ്ദേഹം മടങ്ങിയെത്തുകയും ചെയ്യും. ചെന്നൈയിൽ നാളെ യോഗങ്ങളുണ്ട്, ഭാരവാഹികളുടെ യോഗങ്ങളുണ്ട്. അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളുണ്ട്. മാത്രമല്ല നാളെ മൈലാപ്പൂരിൽ പ്രധാനമന്ത്രിയുടെ ഒരു റോഡ് ഷോ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം അത് നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇല്ലാത്തത് കൊണ്ട് റദ്ദാക്കിയതായിരുന്നു. ഒരു പക്ഷേ അത് നാളെ നടക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. എന്തായാലും പുതുച്ചേരിയിൽ ഇപ്പോൾ നിലവിൽ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. അതിനുശേഷം എന്തായാലും പൊതുയോഗത്തിൽ ഇതുവരെ അവിടെ നടത്തിയ എൻ.ആർ. കോൺഗ്രസ് സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ അത് ഏത് തോതിലാണ് ജനങ്ങൾക്ക് ഗുണകരമാവുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം കേന്ദ്രത്തിൻ്റെതായിട്ടുള്ള ചില പദ്ധതികൾ അതെല്ലാം തന്നെ ഇന്നിപ്പോൾ അവിടെ വിശദീകരിക്കാനുള്ള സാധ്യത, പ്രധാനമന്ത്രി വിശദീകരിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ദിൽന, പുതുച്ചേരി, തമിഴ്നാട്, കേരളം ഈ മൂന്നിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മൂന്നിടങ്ങളിലാണ് ഇന്നും നാളെയുമായി പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ. മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയതും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.